Praise Lord. Blessed be the day for each and every person who is hearing this. I pray that Lord speaks to each and every one. കാൽപ്പാടുകളുടെ ചാനലിൽ നിന്ന് എനിക്ക് ഈ അവസരം ഒരുക്കി തന്നതിന് ഐ താങ്ക് ലോർഡ് മില്യൺ ടൈംസ്. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ കഥ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മണിക്കൂറിലൊന്നും തീരത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ഹോൾ ഡേ. ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒരു മണിക്കൂറിനകത്ത് ഞാൻ കൺസൈസ് ചെയ്ത് പറയുക. എന്റെ കൊച്ചിലെ പോലെ ഈ ടച്ച് അനുഭവിച്ചതാണ് ലോർഡിന്റെ, ബട്ട് ഐ നെവർ ന്യൂ. എനിക്ക് ഒരിക്കലും അറിഞ്ഞില്ല ദാറ്റ് ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന്. കൊച്ചിലെ പോലെ ഐ വാസ് ഓൾവേസ് തിങ്കിങ് ദാറ്റ് ഐ വാസ് ലെഫ്റ്റ് ഔട്ട്. ആരും എന്നെ സ്നേഹിക്കാത്ത ഒരു പയ്യനായിട്ടായിരുന്നു കൊച്ചിലെ പോലെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് കൊച്ചിലെ പോലെ ഞാൻ എല്ലാവരുടെയും തല്ലും കൊണ്ട്, സ്കൂളിൽ പോയാൽ ആൾക്കാർ ഓടിച്ചോടിച്ച് തല്ലും, വീട്ടിൽ വന്നാൽ എന്തെങ്കിലും പറഞ്ഞു തല്ലും. ഐ വാസ് റിയലി സീക്കിംഗ് ലവ് ഫ്രം എവരിവെയർ. ബട്ട് ഐ തോട്ട് ദാറ്റ് എനിക്ക് ആരുമില്ല. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ക്രിക്കറ്റ് മാച്ചും ഒക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ ആരെങ്കിലും എന്നെ ഒന്ന് ഒരു ചാൻസ് എങ്കിലും തരാൻ വേണ്ടിയിട്ട്, ബോളിങ്ങോ ബാറ്റിങ്ങോ ഫീൽഡിങ്ങോ എന്തെങ്കിലും. സോ അങ്ങനെയായിരുന്നു എന്റെ ചൈൽഡ്ഹുഡ്. ഐ വാസ് ഓൾവേസ് എ ഡിപ്രൈവ്ഡ് കൈൻഡ് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് ബുളീഡ് കൈൻഡ് ഓഫ് ചൈൽഡ്. നെവർ അണ്ടർസ്റ്റുഡ് ഗോഡ്, ബട്ട് ഐ യൂസ് ടു ഓൾവേസ് ലിസൺ ടു മൈ മദർ ആൻഡ് ഫാദർ. എന്റെ അമ്മ പറയുന്ന മാതിരി ഞാൻ അമ്പലത്തിന് മുമ്പിൽ നിൽക്കും. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് കൊച്ചിലെ പോലെ അത്രയും അറിയാം അമ്പലത്തിൽ. ബട്ട് ദേ ആർ നോട്ട് വെരി സ്ട്രിക്റ്റ്. എന്നോട് ഒരിക്കലും നിർബന്ധിച്ചില്ല ഏതെങ്കിലും അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ ഇത് ചെയ്യണം, ഹോമം ചെയ്യണം, അങ്ങനെയൊന്നും. ദേ ആർ ഓൾസോ വെരി ലൈറ്റ്. അവരൊന്നും അത്രയും സ്ട്രിക്റ്റ് അല്ല പ്രേയറിനകത്തൊക്കെ. അച്ഛനാണെങ്കിൽ ടോട്ടലി ഏത്തിസ്റ്റ് ആണ്, അവിശ്വാസിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ലിബർട്ടി ഉണ്ട്, എന്തോ വേണമെങ്കിൽ ചെയ്യാൻ. കൊച്ചിലെ പോലെ എന്തോ തെറ്റ് ചെയ്യാൻ പോയാലും ഇല്ല, അതെന്തെങ്കിലും ഒരു കാര്യത്തിൽ ദൈവം എന്നെ അതിൽ നിന്ന് മാറ്റിയോ. അടിപിടിയാണെങ്കിലും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുവാണെങ്കിലും എന്തെങ്കിലും ഒരു കാരണത്തിൽ ഞാൻ അങ്ങ് അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോവോ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ പേടിച്ചു പോവോ, അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോവോ എന്തെങ്കിലും. അങ്ങനെ വളർന്ന് ഒരു ദിവസം ഞാൻ വീട്ടിലെ പ്രശ്നത്തിന്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ബുള്ളീഡായ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോവാം. അങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് അങ്ങനെ ഒരു സംഭവമായിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയാലും ഞാൻ ഒരു പാർക്കിൽ പോയി കടന്നു. ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, എന്നിട്ട് കടന്ന് ഉറങ്ങിയിട്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചു. ഉറങ്ങി എണിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അയ്യോ വിശക്കുന്നു, ഇവിടുന്ന് ഫുഡ് കിട്ടുന്നത് എല്ലാം ഓർമ്മ വന്നു. ഇങ്ങനെ ലോർഡ് ജസ്റ്റ് റിമൈൻഡഡ് മീ എവറിഥിങ്. ആ ഒരു ആലോചനയിൽ ഞാൻ പേടിച്ചു പോയിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴും അറിഞ്ഞു ഞാൻ വീട്ടിൽ ഓടിയതേ ആർക്കും അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു ഞാൻ. ബിക്കോസ് ദേ ഡോണ്ട് ബോദർ എവിടെയാ ഞാൻ പോകുന്നത്, എവിടെയാ വരുന്നത്. വൈകുന്നേരം വന്നിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, എവിടെയാടാ കറങ്ങിയിട്ട് വന്നിരിക്കുന്നത്, ഇത്രേ ഉള്ളൂ. ഐ ജസ്റ്റ് മിണ്ടാതെ വീട്ടിൽ റൂമിൽ പോയി ഞാൻ ഇരുന്ന് കരഞ്ഞു കയറി. ആരും അറിഞ്ഞില്ല ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയത് വരെ. They don't even care. അങ്ങനെ വിചാരിച്ചു. ബട്ട് ഐ നോ ദാറ്റ് they were burdened with their own problems. അവരുടെ ആയിട്ട് പ്രോബ്ലംസിൽ കൂടുതൽ ബർഡൻ ആയിരിക്കുന്ന ആൾക്കാരായിരുന്നു അവര്. അങ്ങനെ പിന്നെ ഞാൻ വളർന്ന് എഞ്ചിനീയറിംഗ് സ്റ്റേജ് ഐ വെന്റ് ടു എ പ്ലേസ് കോൾഡ് നാഗ്പൂർ. അവിടെ എഞ്ചിനീയറിംഗ് ചെയ്ത് അവിടെയാണ് എന്റെ ഭാര്യനെ കണ്ടുമുട്ടിയതും. സോ ദാറ്റ് വാസ് ഓൾസോ എ മിറാക്കുലസ് സ്റ്റോറി. ഐ വിൽ summarize because I have to say this. എനിക്ക് ഇത് പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. ബിക്കോസ് ദൈവം എന്നെ ഈ കറക്റ്റ് ഹെവൻലി ഒരു പാർട്ട്ണർ തന്നെയാണ്. ദൈവമാണ് എന്നെ നേർ വഴിയിൽ കൊണ്ടുവന്ന് വെക്കാനും ആ ഒരു ട്രൂ കോളിങ്ങിന് വേണ്ടിയിട്ട് എന്നെ ഒരുക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമമായിരുന്നു ഇതെല്ലാം. എന്നിട്ട് അതിൽ നിന്ന് എന്റെ പാർട്ട്ണർ കിട്ടിയതും ഒരു മഹാരാഷ്ട്രൻ പെണ്ണാണ്. അവള് മീക്ക് ആൻഡ് ഹമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണാണ്. എന്നെ വളരെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ്. അവിടെ ഒന്ന് രണ്ട് കഥ ഞാൻ പറയാം. ഒരു ദിവസം അവളൊരു ലൂന ഓടിക്കുന്നത്. അവൾ ആ ലൂന ഓടിച്ച് കോളേജിലോട്ട് പോകുന്ന സമയത്ത് അവളുടെ ഒരു ചെറിയൊരു ആക്സിഡന്റ് ആയി. ഞാൻ ഒരു കൊട്ട് കേട്ടു ഞാൻ എന്റെ വാതില്. ഞാൻ വാതിൽ തുറന്നപ്പം ഇവള് അവിടെ ആ സമയത്തൊക്കെ ആണെങ്കിൽ പെണ്ണ് ഒരു ചെറുക്കന്റെ വീട്ടിൽ, അതും കോളേജ് ചെറുക്കന്റെ വീട്ടിൽ വരുന്നത് അത് ആരെങ്കിലും കണ്ടാൽ ഭയങ്കര നാണയം. അപ്പൊ ഞാൻ പേടിച്ചു പോയി. പക്ഷെ അവളൊന്നും മിണ്ടുന്നില്ല. അവളിങ്ങനെ കൊട്ടിയിട്ട് നിൽക്കുവോ നേരത്തെ. അപ്പൊ എന്തോ ഇവളെന്തോ ഒരു കളിയാക്കുന്ന മാതിരി ഒരു നിൽക്കുക. പക്ഷെ ഞാൻ പിന്നെ ചോദിച്ചപ്പോ അവളൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ അവിടെ ആ ഗ്ലാസ് എല്ലാം പൊട്ടി കിടക്കുക ഈ ലൂണയുടെ. ഞാൻ മനസ്സിലായി ഏതാണ്ട് പ്രശ്നമായിട്ടുണ്ട്. ഞാൻ അപ്പം കുറച്ച് ഡയറി എടുത്തിട്ട് ഞാൻ വാതിലെല്ലാം ഫുള്ള് തുറന്നു വെച്ചിട്ട് ഞാൻ പറഞ്ഞു അകത്ത് കയറി ആ ബെഡ് ഒന്ന് കിടക്ക്, ഞാൻ വെള്ളം കൊണ്ടുവരാം. അങ്ങനെ ഞാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ കയ്യിൽ വെച്ചപ്പോ അവൾ പറയുക ഈ ഗ്ലാസ് എന്റെ കയ്യിൽ എങ്ങനെ വന്നു. അപ്പോഴേ മനസ്സിലായി ഏതാണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ആ വാതിലെ ഇരുന്ന് ഇങ്ങനെ അവൾ നോക്കിക്കൊണ്ടിരിക്കുക. കുറെ നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. മനസ്സിലാവുന്നില്ല എന്തുവാ. പേടിയുണ്ട് ഉള്ളില്. ആ പേടിയിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ വരുന്ന പ്രാർത്ഥന, എന്റെ ഉള്ള ദൈവത്തിനെല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ പിന്നെ നോക്കിയപ്പം സ്ലോലി ശ്രദ്ധിച്ചപ്പോ അവിടെ മുഖത്ത് ഒരു വലിയൊരു ലൈൻ വന്നു.
അപ്പോഴേ മനസ്സിലായി. അന്ന് സംക്രാന്തിയുടെ ദിവസമായിരുന്നു. എന്നിട്ട് ആരണ്ട് കൈറ്റ് പറപ്പിച്ച് അതിനകത്ത് കൈറ്റിന്റെ ആ ത്രെഡ് കൊണ്ട് വീണതായിരിക്കും, ഞാൻ ഊഹിച്ചു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നു. അവൾ എണീച്ചപ്പം ദൈവത്തിന് കൃപയായിട്ട് അവള് എല്ലാം ഒക്കെയായി. അവൾക്ക് എന്നെ തിരിച്ചറിയാനും ഒത്തു എല്ലാം. എന്നിട്ട് ഞാൻ അപ്പൊ ആദ്യം ചോദിച്ചു അവളോട് എന്തോ, എനിക്ക് ഒന്നും ഒരു കാര്യം ഓർമ്മ വരുന്നില്ലേ? അവൾ എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് എങ്ങാണ്ട് ഞാൻ വീണത് എനിക്ക് ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞിട്ടൊന്നും ഓർമ്മയില്ല. എന്നിട്ട് ആരാണ്ടൊക്കെ പിടിച്ചെടുത്ത് വണ്ടിയിൽ വെക്കുന്ന ഓർമ്മയുണ്ട്. എന്നിട്ട് വണ്ടി അവള് പറയുന്നതും എനിക്ക് വണ്ടി തന്നു. അപ്പൊ അവള് വണ്ടിയിൽ ഇരുത്തി അവളെ വിടുന്ന അത്രയും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞാൽ അവൾക്കൊന്നും ഓർമ്മയില്ല. അത് ഫുൾ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ. അതൊരു ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു മിറാക്കിളായിരുന്നു. ബിക്കോസ് എ പേഴ്സൺ ഹു ഇസ് ലോസ്റ്റ് എ സെൻസ് കംപ്ലീറ്റ്ലി ഓർമ്മശക്തി പോയത് എന്നെ മാത്രം ഓർമ്മയുണ്ട്. എന്നിട്ട് എന്റെ അടുത്തോട്ട് തന്നെ ഓടി വന്നത്. അപ്പൊ അത്രയ്ക്ക് സ്നേഹം ഡീപ്പായിട്ട് റൂട്ടഡ് ആയിരുന്നു. ആൻഡ് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് വേറൊരു ഇൻസിഡന്റ് ആയപ്പം അവള് പനി പിടിച്ച് ഒരു ദിവസം ഭയങ്കര സീരിയസ് ആയി. ഡോക്ടർ എല്ലാം പറഞ്ഞു ഇവള് ഇനിയും മാക്സിമം ഒരു ദിവസം ജീവിക്കാം, ഇത് കഴിഞ്ഞിട്ട് ജീവിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ഉടനെ ബൈക്ക് എടുത്ത് ഓടിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തി. അവര് ആംബുലൻസിൽ വരുന്നതിന്റെ മുമ്പേ ഞാൻ അവിടെ എത്തി. ഞാനത് കണ്ടതും ഒരു സ്ട്രെച്ചറിൽ വരുന്നതും സലൈനൊക്കെ വെച്ചോണ്ട് എനിക്ക് എന്തോ പറ്റിയെന്ന് എനിക്കറിയില്ല. ഉടനെ ഓടിച്ചെന്ന് ഞാൻ അവളെ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഞാൻ ഓടി ഹോസ്പിറ്റലിലോട്ട്. അച്ഛനിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക, ഇതാരാ വന്ന് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഓടുന്നത് എന്റെ മോളെ. പക്ഷെ ഒന്നും വേണ്ടിയില്ല. പുള്ളി ഓൾറെഡി ഗീവ് അപ്പ് സ്റ്റേറ്റിലായിരുന്നു. ഹാർഡ്ലി കുറച്ച് മണിക്കൂരേ ഉള്ളൂ അവള് ജീവിക്കുന്ന മാതിരി ആ ഒരു ഇതില്. എന്നിട്ട് ഞാനത് എടുത്തു ഓടിയപ്പോൾ സലൈനൊക്കെ ആ ഇഞ്ചക്ഷനൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇളകി ചോരയൊക്കെ തെറിച്ച് എന്റെ മുഖത്തോട്ടും എല്ലാം ഉടുപ്പിലൊക്കെ ചോര വരും. എന്നാലും ഞാൻ അത് ബോധം ഞാൻ ഓടി അവളെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ ബെഡിൽ കിടത്തി. ഞാൻ ഡോക്ടറെ കാലിലോട്ട് വീണു. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആരുടെ ഇംഗ്ലീഷ് പറഞ്ഞാലില്ലേ അവർക്ക് വലിയൊരു ആളാന്നാ തോന്നുന്നത്. ആ ഒരു നാഗ്പൂർ പ്ലേസിൽ അവിടെ ഹിന്ദിയും മറാഠിയും ഒക്കെ അല്ലേ. പക്ഷെ ഞാനത് ഇംഗ്ലീഷിലൊക്കെ ഞാൻ വർത്താനം പറഞ്ഞ ആടെ കാല് വീണപ്പോൾ ആൾക്ക് തോന്നി ഈ ഒരു എഡ്യൂക്കേറ്റഡ് ആളെന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് എടുത്തു. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു പേടിക്കണം, ഞാൻ നോക്കാന്ന് പറഞ്ഞ് അയാൾ വന്ന് പിന്നെ അറ്റൻഡ് ചെയ്തു. പക്ഷെ അവള് ആ സമയത്ത് വരെ ഫുൾ ബോധം ഇല്ലാതെ എന്തൊക്കെ പറയുക, ചേട്ടാ ഞാൻ പോവാ, എന്നെ ഏതാണ്ട് ഞാൻ പറഞ്ഞു നീ മിണ്ടായിരിക്കും, നീ ഒന്നും പോകുന്നില്ല, നീ എന്റെ കൂടെ തന്നെ. 3 ദിവസം വരെ കോമയിലായിരുന്നു. ഐ വാസ് സോ ബാഡ്. പക്ഷെ ദൈവം എന്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടേയില്ല, ഞാൻ അവിടെ തന്നെ ആ ഫ്ലോറിൽ കടന്നു. പക്ഷെ 3-ാമത്തെ ദിവസം അവൾ കണ്ണു തുറന്നു, അവള് പിന്നെ സംസാരിച്ചു. അത് വലിയൊരു ജീവൻ കിട്ടിയ മതിയായി. ബിക്കോസ് അത് കഴിഞ്ഞ് എനിക്കൊരു ജീവൻ ഇല്ലായിരുന്നു. അവസ്ഥ ഉണ്ടായി. ഞാൻ ഓൾറെഡി ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എല്ലാം ഗോഡിന്റെ ഒരു ഓർക്കസ്ട്രേറ്റഡ് പ്ലാൻ ആയിരുന്നു. ടു മെനി തിങ്സ് ടു സേ ആൻഡ് ലോട്ട് ഓഫ് മിറാക്കിൾസ് ദൈവം കാണിച്ച എന്റെ ലൈഫിൽ. ബട്ട് സംഹൗ വി ഗോട്ട് മാരീഡ് ആൻഡ് വി സ്റ്റാർട്ടഡ് എ ലൈഫ്. അച്ഛൻ ഈ കല്യാണം സ്റ്റോപ്പ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചു. അച്ഛൻ ഒട്ടും ഇഷ്ടമായിരുന്നു. ബിക്കോസ് നമ്മള് മലയാളി, അവള് മഹാരാഷ്ട്രൻ, നമ്മുടെ ഒരു കൾച്ചറും മാച്ച് ചെയ്യുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. സംഹൗ വി ഗോട്ട് മാരീഡ് ആൻഡ് ഈവൻ ദോ ഹി റിമൂവ്ഡ് മീ ഫ്രം ദ ഹൗസ്. അങ്ങനെ ഞാൻ എന്റെ കുടുംബം സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചു. ബിക്കോസ് എനിക്കന്ന് ഈ ബാങ്ക് അക്കൗണ്ട് പോലും തുറക്കാൻ അറിയത്തില്ലായിരുന്നു അവിടെ. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു വളർത്തിയത്. എല്ലാം ഒരുക്കി എന്റെ മുമ്പിൽ തരുന്ന മാതിരിയായിരുന്നു ജീവിതം മുഴുവനും. ഈവൻ ദോ ഐ വാസ് ബുള്ളീഡ്, ഈവൻ ദോ ഐ വാസ് ലെഫ്റ്റ് ഔട്ട്, ഒരു നോട്ടി ചൈൽഡ് മാതിരിയായിരുന്നു വളർന്നത്. ആഫ്റ്റർ ഷീ കെയിം ഇൻ ടു മൈ ലൈഫ് എന്റെ ഒരു ജീവിതം മാറിയ മാതിരിയായി. കംപ്ലീറ്റ്ലി ഒരു വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഹെവൻ ആയ മാതിരിയായി. അവളൊരു എഞ്ചിനീയർ, ഞാനൊരു എഞ്ചിനീയർ. ഒരിക്കലും മക്കൾക്ക് വേണ്ടിയിട്ട് അവള് ജോലിക്ക് പോയിട്ടില്ല. ഇന്ന് വരെ ഷീ ഈസ് അറ്റ് ഹോം ഓൺലി. 2 മോളാണ് എന്റെ. ഒരാൾ ഇപ്പം 3rd ഇയർ ഡിഗ്രി പാസ് ആവുകയാണ്, മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് NMIMS-ന്ന്. ഒരാൾ ഇപ്പം 12th പാസ് ആവുക. ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം ഓർക്കസ്ട്രേറ്റഡ് ആയിരുന്നു, എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഗോഡിന് ദൈവം പറഞ്ഞ മാതിരി ഇഫ് യു ആർ എ ചോസൺ വൺ, ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു. വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. കാസ്റ്റ് ഓൾ അവർ ബർഡൻസ് ഓൺ ഹിം ആൻഡ് ഹി വിൽ ടേക്ക് കെയർ ഓഫ്. 1 Peter 5:10 പറഞ്ഞ മാതിരി മേക്ക് യു പെർഫെക്റ്റ്, establish, strengthen, settle you. ഈ 4 വാക്കുകൾ എനിക്ക് ഒത്തിരി ടച്ച് ആയിട്ടുണ്ട്. He will first, he will make you perfect, and he will establish you, and he will strengthen you, and then he will settle you. From there I got a first job to Tokyo. അങ്ങനെ ടോക്കിയോയിൽ കുറെ പ്രശ്നമായിരുന്നു. I lost all my money and still God protected me, even though I was on street and no house, nothing, and still God protected me and brought me back safely.
അത് വലിയൊരു മിറാക്കിൾ കഥയായിരുന്നു. എൻ്റെ ഒരു വലിയ കഥ അത് പറയാൻ. പിന്നെ then after that when I came back I got a job after my second daughter. എനിക്ക് സിംഗപ്പൂരിൽ ജോബ് കിട്ടി. അങ്ങനെ ഞാൻ സിംഗപ്പൂരിൽ സെറ്റിൽ ആയി. എൻ്റെ ഫാമിലിയുടെ കൂടെ നമ്മൾ വന്ന് പിന്നെ സിംഗപ്പൂരിൽ സെറ്റിൽ ആയി. അങ്ങനെയാണ് സിംഗപ്പൂരിൽ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. സിംഗപ്പൂരിൽ നമ്മൾ കുറെ കാശൊക്കെ ഉണ്ടാക്കി, കുറെ വീടൊക്കെ മേടിച്ചു. ആൻഡ് God had blessed us abundantly. പക്ഷെ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പ്രൈഡ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ദൈവത്തിനെ നമ്മൾ അറിയില്ലെങ്കിൽ, കർത്താവിനെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, അഹങ്കാരം ഈ ഭൂമിയിൽ നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. അത് ദൈവത്തിന് ഏറ്റവും ഒരു he hates that. അഹങ്കാരം, പ്രൈഡ് വന്നാൽ. എന്നിട്ട് വചനത്തിൽ പറയുന്ന 101 പറയുന്നതല്ലേ, he whoso privately slandereth against neighbor him will cut off, he that hath high look and a proudy heart will I not suffer. അപ്പൊ അത് നമുക്ക് പ്രൗഡി ഹാർട്ടും നമ്മൾക്ക് ഹൈ ലുക്കും വരുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൽ നിന്ന് നമ്മൾ വെളിയിൽ വരാൻ വേണ്ടിയിട്ട് ദൈവം കുറെ ദൂതനെ അയക്കും. അങ്ങനെ 2-3 ദൂതന്മാർ വന്നതുമാണ് എൻ്റെ വീട്ടിൽ സുവിശേഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, സോറി ഞാൻ ഹിന്ദു ആണ്, പ്ലീസ് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലപോലെ ഞാൻ അവരെ പറഞ്ഞു വിട്ടു. Now I am thinking that God tried to help me so many times when I was the peak of pride. എന്നാലും ഇത്രയും വീടും കോണ്ടോമിനിയം സ്വിമ്മിംഗ് പൂളും അത് ഇത് എല്ലാം എൻ്റെ വീട്ടിലായപ്പോൾ എനിക്ക് ഒരു 4-5 വീടുമായി എൻ്റെ സ്വന്തം. ആ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ UK ഒരു ബംഗ്ലോ മേടിച്ചായിരുന്നു, മലേഷ്യയിലെ 2 വീട് മേടിച്ചായിരുന്നു. ദൈവം എന്നെ എല്ലാം ഇത് തന്നതും ഞാൻ എൻ്റെ കൈകൊണ്ട് എല്ലാം ഉണ്ടാക്കിയാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. അത്രയ്ക്ക് അഹങ്കാരമായിരുന്നു. And I still remember I was standing on the balcony of my condominium, the posh condominium, and I was saying, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ലേ, this is wonderful, I am so powerful. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒന്ന് പറഞ്ഞതും അന്ന് മൂലം അതുവരെ എല്ലാം സ്റ്റാർട്ട്. I never knew. നമ്മുടെ ഡാനിയൽ ചാപ്റ്റർ 4 നെബൂഖദ്നേസറിന്റെ സ്റ്റോറി വായിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, that how he stood in the Babylon terrace and he said that, haven't this all made by me? അങ്ങനെ തന്നെ പറഞ്ഞില്ല, ആ വാക്ക് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല. ബട്ട് he also showed the pride, and exactly at the same time his downfall started. അങ്ങനെ അതുകൂടി സ്റ്റാർട്ട് ആയ പിന്നെ ഒരു അനിമൽ മാതിരി ജീവിച്ച ഒരു കാലമുണ്ട്, 7 years. And after the 7th year he called out to God, and that's when every glory was returned. എന്റെയും ജീവിതത്തിൽ സെയിം ആണ് സംഭവിച്ചത്. എന്റെ ആ ബാൽക്കണിയിൽ നിന്നത് അങ്ങനെ പറയുന്നതും അത് മാച്ചായി നെബൂഖദ്നേസറും ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങനെ പറയുന്നത്. അന്ന് പോലെ എന്റെ എന്തോ അഹങ്കാരത്തിന്റെ കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കിപ്പോ ഇത്രയൊക്കെ അറിയാം, എനിക്ക് ട്രേഡിംഗ് അറിയാം, ഫോറക്സ് അറിയാം, ഫ്യൂച്ചേഴ്സ് അറിയാം, എനിക്ക് ഒത്തിരി കാശും ഉണ്ടാകുമായിരുന്നു. ഞാൻ അതിൽ നിന്ന് സെപ്പറേറ്റ്ലി എന്റെ ജോലിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അവിടുന്ന് കാശ് കിട്ടി, ഇവിടുന്ന് കാശ് കിട്ടി. സോ ഐ തോട്ട് ദാറ്റ് വൈ ഐ ഷുഡ് വർക്ക്. ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത്? ഞാനാണെങ്കിൽ എല്ലാ മണിക്കൂറിലും ഞാൻ $200-300 ഉണ്ടാക്കുക. സോ വൈ ഷുഡ് ഐ വർക്ക്? അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ ജോലി റിസിഗ്നേഷൻ കൊടുത്തു. അതൊരു ടോട്ടലി ഡിമോണിക് ഒരു ഇതായിരുന്നു, അറ്റാക്ക് ആയിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ദ പ്ലാൻ എന്ന് പറഞ്ഞിട്ടില്ലേ ഗോഡിന്. അങ്ങനെയാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞത്. അപ്പൊ അവിടുന്ന് എന്റെ ഡൗൺഫോൾ സ്റ്റാർട്ടായി. ഞാൻ പിന്നെ എല്ലാം slowly it didn't even take a month to realize that I did a big mistake, because എന്റെ ട്രേഡിങ്ങിന്റെ എററും സ്റ്റാർട്ടായി. ഞാൻ പിന്നെ ട്രേഡിൽ ഒക്കെ എന്റെ മൈൻഡ് സെറ്റ് അങ്ങ് ഇതായി, ഡിസ്റ്റർബ് ആയി. പിന്നെ എനിക്ക് ട്രേഡ് ശരിക്കും കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചെല്ലാം പ്ലാൻ എക്സിക്യൂട്ടീവ് ആവുന്നില്ലായിരുന്നു. ഞാൻ ഒരു ലേസി മാതിരിയായി, എന്തോ ഒരു ഹൂ മൂഡ് മൈ ചീസ് എന്ന് പറയുന്ന മാതിരി എന്റെ ഉള്ള ഗ്ലോറി എല്ലാം ആരാണ്ട് അങ്ങ് കയ്യിൽ നിന്ന് അങ്ങ് മാറ്റി കളഞ്ഞ മാതിരിയായി. So I was wanting to get everything back. So ഞാൻ വിചാരിച്ചു പിന്നെയും ജോലി തപ്പാം. പിന്നെ ഞാൻ ജോലി ട്രൈ ചെയ്തു, എങ്ങും കിട്ടിയില്ല. അഹങ്കാരത്തിലെല്ലാം വിട്ടതെല്ലാം പോയി കയ്യിൽ. And then I decided that let's leave Singapore and come back to India. അങ്ങനെ ഞാൻ സിംഗപ്പൂർ വിട്ടിട്ട് പിള്ളേരുടെ പഠിത്തമൊക്കെ പൊട്ടിച്ച് അവരൊക്കെ അവിടെ സെറ്റിലായി പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു നല്ല സ്കൂളിൽ. അതും പൊട്ടിച്ചിട്ട് എന്റെ വീടെല്ലാം വിട്ടിട്ട് ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നു. I was confident, ഭയങ്കര പ്രൗഡി അന്നും ആയിരുന്നു, ദാറ്റ് ഞാൻ എല്ലാം തിരിച്ച് നേടിയെടുക്കാം. ഇതൊക്കെ വെറും ഡ്രീമാണ്, ഒരു നൈറ്റ്മെയർ ആണ്. അങ്ങനെ ഞാൻ വിചാരിച്ച ഒത്തിരി അഹങ്കാരത്തിലായിരുന്നു എപ്പോഴും. ദെൻ എന്റെ ഫാമിലി റിലേറ്റീവ് എന്നോട് പറഞ്ഞു എനിക്ക് മാവ് ഉണ്ടാക്കാനുള്ള ബിസിനസ് അറിയാം. എന്തെങ്കിലും ഒരു ബിസിനസ് ആവട്ടെ, എങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഇന്ത്യയിലാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ ബിക്കോസ് ഞാൻ US ട്രേഡ് ആയിരുന്നു, US കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നത്. അതവിടെ ഇന്ത്യയിൽ അലൗഡ് അല്ല.
അങ്ങനെ പിന്നെ അതും എന്റെ ക്ലോസ് ആയി. പിന്നെ ഞാൻ ഉള്ള കാശുകൊണ്ട് ഞാൻ നോക്കുമായിരുന്നു എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ പിന്നെ മാവിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ബ്രാൻഡിങ് ഒക്കെ ഉണ്ടാക്കി, ബ്രാൻഡ് പാക്കറ്റ് ഒക്കെ ഉണ്ടാക്കി, അതൊക്കെ മോളിലൊക്കെ എത്തിച്ചു. അങ്ങനെ കുറെ കാശ് ഉണ്ടാക്കി, കുറെ അഹങ്കാരം വന്നു, പേരൊക്കെ ആയി, പ്രസിദ്ധമായി. സോ ഐ തോട്ട്, ഞാൻ വിചാരിച്ചു യുനോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ എവിടെ തൊട്ടാലും സ്വർണ്ണമാണെന്നൊക്കെ വിചാരിച്ചറിയിരിക്കുക. ബട്ട് ലിറ്റിൽ ഐ നോ ദാറ്റ് എന്റെ അധോഗതി സ്റ്റാർട്ട് ചെയ്ത ആ ബാൽക്കണി ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അന്ന് മുതലേ ഡൗൺഫോൾ. ഒരിക്കലും പ്രോഫിറ്റേ ഉണ്ടാക്കിയില്ല. ഞാൻ വെറും ഇങ്ങനെ ഓരോന്നോരോന്ന് കാശ് സ്പെൻഡ് ചെയ്ത് വലിയ വലിയ മാർക്കറ്റിംഗ് ചെയ്യും, വലിയ ബ്രാൻഡിങ് ചെയ്യും, പേപ്പറിനകത്തായി, ഇവിടെയായി, അവിടെ. പക്ഷെ എല്ലാം എന്റെ കയ്യിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും കുറവാണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എപ്പോഴും കൂടുതലാണ്. അങ്ങനത്തെ ഞാൻ എത്രയും ബുദ്ധി പറയില്ലേ, ആ ബുദ്ധിയെ പോയി, കംപ്ലീറ്റ് ഒരു ഡിമോണിക് ബുദ്ധിയായി. എന്റെ ഡിസ്ട്രക്ഷൻ അവിടുന്ന് സ്റ്റാർട്ട് ആയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് സ്ലോലി ആഫ്റ്റർ 4 years 5 years എന്റെ എല്ലാം തീർന്ന് ഞാൻ എല്ലാം വീടും വിറ്റു. UK വീടും വിറ്റു, മലേഷ്യയിലെ വീടും വിറ്റു, സിംഗപ്പൂരിലെ വീടും വിറ്റു. അങ്ങനെ എല്ലാം വിറ്റ് എന്റെ 30 ആൾക്കാർ എന്റെ അണ്ടറിലുണ്ടെന്ന് അതെല്ലാം പിന്നെ പെരുക്കി ആൾക്കാരെ കട്ട് ചെയ്ത് പിന്നെ ഒടുവിലുള്ള ആൾക്കാരെ വരെ പേ ചെയ്തോണ്ടിരിക്കുക എന്റെ കയ്യിൽ നിന്ന് തന്നെ. പക്ഷെ എന്റെ ഭാര്യ ഒരു ദിവസം എന്നെ പ്രഷർ ചെയ്തു, ഇതെല്ലാം ഞാനായിട്ട് നിർത്തിയിട്ട് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനില്ല. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് നിർത്തുന്നത്? ഇത്രയും ലക്ഷങ്ങൾ ഞാൻ ഇട്ടിട്ട്, ഞാൻ എന്റെ സ്പൂൺ മുതലേ മെഷീൻ വരെ എല്ലാം ഞാൻ മേടിച്ചു വെച്ചത്, അത് എങ്ങനെ ഞാൻ വിൽക്കും? അവിടെ തന്നെ വിൽക്കൊന്നും വേണ്ട, എല്ലാം എടുത്ത് എന്നിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മള് സീറോ മുതലേ, എന്നാലേ എല്ലാം ശരിയാകത്തുള്ളൂ. ഇതൊന്നും ശരിയല്ല, ഇങ്ങനെ പോയാൽ. ഞാൻ എന്തായാലും പിടിച്ചിരുന്നു, അങ്ങനെ ശരിയല്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്താണോ അവളുടെ ആ ഗ്രീവൻസ് കൂടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം നമ്മൾ അങ്ങ് ഡിസൈഡ് ചെയ്ത് നമ്മളങ്ങ് ചാവാന്ന് പറഞ്ഞു. നമ്മള് ഇനി അത് മുമ്പോട്ട്. അപ്പൊ ഞാനെല്ലാം മനസ്സിൽ ആലോചിച്ചിരിക്കുക, എങ്ങെങ്കിലും വിഷം കുടിച്ച് ചാവാം, പിള്ളേരെയും മമ്മിയുടെ ഡാഡിയുടെ അടുത്ത് വിട്ടിട്ട് നമ്മളത് തീർക്കാം. അപ്പൊ അവളും എന്നോട് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്, വിഷം കഴിക്കുകയാണെങ്കിൽ ഞാനും കഴിക്കണം കൂടെ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ ഒരു ദിവസം, അപ്പൊ ഈ സമയത്തിന്റെ ഇടയ്ക്കാക്കി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കമ്പനിക്ക് നിർത്തി, അവളുടെ പറയുന്ന കേട്ട് ഞാൻ വീട്ടില് ഒരു ക്ലൗഡ് കിച്ചൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വീട്ടില് അവളുണ്ടാക്കും, ഞാൻ ചെന്ന് ഡെലിവറി ചെയ്യും. ഈ സ്റ്റേജ് വരെ എത്തിയായിരുന്നു. എവിടെ കിടന്ന ഒരാളായിരുന്നു. ഇഷ്ടംപോലെ പണവും കോടികൾ ഉണ്ടാക്കി, കോടികളെല്ലാം പോയി കംപ്ലീറ്റ്ലി ഓൺ ദ ഗ്രൗണ്ട് ലെവലായി. ഒരു അഹങ്കാരം എല്ലാം പോയി. എന്നാലും മനസ്സില് ദുഃഖം നിറയാണ്ടായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്തോ ആ സമയത്ത് ഒന്നും കർത്താവ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിയിൽ ഞാൻ ഡെലിവറി ബോയ് ആയി, ഞാൻ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഇഡ്ഡലിയും ദോശയും അപ്പവും മട്ടണും ചിക്കനും എല്ലാം ഞാൻ നമ്മുടെ കേരള സ്റ്റൈൽ കടയൊക്കെ തുറന്ന് RTS ഫുഡ് കോർണർ എന്ന് പറഞ്ഞൊക്കെ ആക്കി. അങ്ങനെയൊക്കെ നമ്മൾ കുറെ ഒരു മാസങ്ങൾ ഞാൻ അങ്ങനെ കഴിയും. എങ്ങനെയെങ്കിലും വീട്ടിലെ ഒരു പ്രശ്നങ്ങൾ മാറിയായിരുന്നു. ഒട്ടും കാശില്ലാതെ ഇരിക്കത്തില്ലായിരുന്നു. ദൈവം സഹായിച്ച് ഫുഡ് എപ്പോഴും ഉണ്ടായിരുന്നു. ഫുഡിന്റെ ഒരു ബിസിനസ് ആകുന്നുണ്ട് അങ്ങനെ. പക്ഷെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു, എന്റെ വൈഫ് അങ്ങ് ഭയങ്കര അവിടെ കൈ അങ്ങ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരുന്നു. പക്ഷെ ഒരു ദൈവത്തിന്റെ ഒരു മിറാക്കിൾ ആയിരുന്നു. എന്നാണോ ഒരു ഓർഡർ കിട്ടുന്നത് അന്ന് ആ വേദന പോകും. അവൾ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങും, വലിയ വലിയ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇവൾക്ക് ഇത്രയും ഒരു ചായയുടെ കപ്പ് പോലും പിടിക്കാൻ ഒക്കാത്ത ഒരു ആൾ എങ്ങനെ ഇത്രയും കുക്കിംഗ് ചെയ്തത്? അത് അന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. അതൊക്കെ പിന്നെ ഇപ്പോഴാണ് അറിഞ്ഞത്. അതായത് എല്ലാ സമയത്തും ഹോളി സ്പിരിറ്റ് വാസ് ദെയർ വിത്ത് അസ്. എല്ലാം ഗൈഡൻസ് ചെയ്ത് എല്ലാം ഹെൽപ്പ് ചെയ്തതും. അവൾക്ക് എപ്പോഴാണ് ഓർഡർ കിട്ടുന്നത് ആ സമയത്ത് അവൾക്ക് ഭയങ്കര സ്ട്രെങ്ത്തും, പിന്നെ ഒരു 100 ആൾക്കാർക്ക് വരെ ഫുഡൊക്കെ ഉണ്ടാക്കി സപ്ലൈ ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഡെലിവറി ബോയ് ആയി മാറി. സർവീസ് ഡെലിവറി മാനേജറിൽ നിന്ന് ഒരു ഡെലിവറി ബോയ് ആയി മാറി. കോടീശ്വരൻ ആയിട്ടിരുന്ന ഒരാൾ എങ്ങനെയെങ്കിലും പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാനും ബ്രെഡും ബട്ടറും ഒക്കെ മേടിക്കാനൊക്കെ ഒരു കൈവലായി. പക്ഷെ എന്നാലും എനിക്ക് പഠിപ്പിക്കാൻ ഒത്തില്ല അവർക്ക്. അവരുടെ ഫീസ് ഒന്നും എങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ ഐ വാസ് ഓൾവേസ് ഡിലേ. ആ സമയത്ത് കൊറോണയും വന്നു. കൊറോണ ലോക്ക്ഡൌൺ വന്നപ്പോഴത്തേക്ക് പിന്നെ സ്കൂളൊന്നും ഫീസ് വഹിക്കത്തില്ല. അതൊരു എനിക്കൊരു അനുഗ്രഹമായിട്ട് മാറി. ക്ലൗഡ് കിച്ചൺ എന്റെ കുറച്ച് ബൂമായി. എന്നിട്ട് ആൾക്കാരൊക്കെ കുറെ ഓർഡർ തരാൻ തുടങ്ങി. എന്റെ ഒരു ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു, അച്ഛൻ തന്നെ ഒരു വണ്ടിയായിരുന്നു. അതിൽ ഞാൻ ഡെലിവറി ചെയ്യാൻ പോയായിരുന്നു. റോഡ് സൈഡിൽ ഞാൻ നിർത്തിയിട്ട് എന്നിട്ട് ഒത്തിരി അങ്ങ് കൊടുക്കണമെന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അലറി കൂവി, കാറിനകത്തല്ലേ, അതുകൊണ്ട് ആരും കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചങ്ങ് അവിടെ തന്നെ ഉള്ളിൽ അങ്ങ് കിടന്ന് കരയുക. എന്നിട്ട് സൃഷ്ടികർത്താവെ ആരേലും ഉണ്ടോ എന്നെ ജന്മം എന്താണ് തന്നിരിക്കുന്നത്? എന്തോത്തിനാണ് എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്? എന്നെ അങ്ങ് കൊല്ലല്ലോ. എങ്ങനെ പറഞ്ഞു, എന്റെ സൃഷ്ടികർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഒത്തിരി അലറി. ഞാൻ അലറി കൂടി ഞാൻ പിന്നെ കണ്ണീരൊക്കെ തുടച്ചിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇത്രയും ഓർമ്മയുള്ളൂ. ഞാൻ മറന്നേ പോയി ആ ഇൻസിഡന്റ്. അപ്പൊ എന്റെ ആ ഒരു എഗോണി എന്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ഞാൻ കരഞ്ഞങ്ങ് തീർത്തതാണ്. പിന്നെ അടുത്ത ദിവസം തന്നെ ദൈവം സഹായിച്ച് എനിക്കൊരു
ഒരാൾ വിളിച്ചു, ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ. പുള്ളി ഖത്താറിൽ നിന്ന് തന്നെ വിളിച്ചത്. എങ്ങനെ എന്റെ നമ്പർ കിട്ടിയത് എനിക്ക് ഒരു പിടിയില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കമ്പനി വിൽക്കാനാണെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുമാതിരി ഒരു ചത്ത ഒരു ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്ന ഒരു ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ പിന്നെ സ്റ്റാർട്ടായ മാതിരിയായി. ഞാൻ വിചാരിച്ചു ഇതാരാ നിങ്ങൾക്ക് എന്റെ നമ്പർ തന്നത്? ഞാനെനിക്ക് ഒരു മാർക്കറ്റിംഗ് ചെയ്തില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ കുറെ ആലോചിച്ച് ഞാൻ പറഞ്ഞു ഏതാണ്ട് കസ്റ്റമർ വല്ലതും പറഞ്ഞു കാണാം, ആ കസ്റ്റമർ ആയിരിക്കും ഇയാളെ പറഞ്ഞു. എങ്ങനെയെങ്കിലും ദൈവം സഹായിച്ച് എനിക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടി. എനിക്ക് പിന്നെ ഒരു ജീവൻ വന്നേ മാതിരിയെ, എന്റെ വൈഫ് അങ്ങനെ ഒരു ജീവൻ വന്നേ മാതിരിയെ. അവളെപ്പോഴും എന്റെ തോളത്ത് ഇങ്ങനെ തല വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കും, ചേട്ടാ എന്തോ സംഭവിക്കും, നമ്മൾ എന്തോ ചെയ്യും, ഇനിയും എങ്ങനെ ജീവിക്കും, നമ്മൾക്ക് പിള്ളേരെ എങ്ങനെ നോക്കും, എങ്ങനെയെങ്കിലും എന്റെ പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചെന്ന് ചേട്ടൻ തന്നോ. എനിക്ക് ഞാൻ എവിടെ വേണമെങ്കിലും താമസിച്ചോളാം, ജോബ് പട്ടിയിൽ വേണമെങ്കിലും താമസിച്ചോളാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കും. പേടിക്കേണ്ട, ഇതൊക്കെ സ്വപ്നമായി, ഇതൊന്നും വെറും ഒരു നൈറ്റ് മെയർ ആണ്, ഇതൊന്നും ശരിയില്ല, ഇതൊന്നും സത്യമല്ല. എനിക്കറിയാം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, ഇതൊന്നും സത്യമല്ല. ഞാൻ ഒരു സർവീസ് ഡെലിവറി മാനേജറാണ്, എഞ്ചിനീയർ ആണ്, നീ ഒരു എഞ്ചിനീയർ. നമ്മളിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ സമയത്തും എനിക്ക് കർത്താവിനെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ജോസഫ് ചേട്ടൻ വന്ന ദിവസം തന്നെ, പിന്നെ ജോസഫ് ചേട്ടൻ ഒരു പെന്റിക്കോസ്റ്റൽ ക്രിസ്ത്യൻ ആണ്. കമ്പനി മേടിക്കുന്നതിനെ പറ്റി ഇൻട്രസ്റ്റ് കൊടുത്തപ്പോൾ ഞാനും ഒന്ന് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി അയാളോട്. അപ്പൊ അയാൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഒരു 3 മാസം ഇതിനുള്ളിൽ എന്നോട് ബൈബിളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു, ബൈബിളൊക്കെ വായിക്കാൻ പറഞ്ഞു. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാം തലമുണ്ടേക്ക് പോവാ, ദീതാവെന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ പുള്ളി എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തോ തന്നെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ഇയാള്. മണിക്കൂറോളം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്റെ ഭാര്യയെ ചോദിച്ചു നിനക്ക് തിളക്ക് വട്ടാന്ന്, രാത്രിയിൽ 2 മണി വരെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടോണ്ടിരിക്കും. എനിക്ക് എന്തോ ഒരു വിടാൻ തോന്നുന്നില്ല. അത് ആ പ്രീച്ചിങ് ഒക്കെ തരുന്നത്, പുള്ളി പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കും. ഒരു സന്തോഷം, ഒരു സുഖം തോന്നുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ തന്നെ. ആൻഡ് ദെൻ ഐ ഗോ ആൻഡ് സ്ലീപ്. പക്ഷെ എന്നാലും ഞാൻ കേൾക്കുന്നത് പാർഷ്യലി ഇറ്റ് ഈസ് ബിക്കോസ് അയാളെന്റെ കമ്പനി മേടിക്കില്ല. അപ്പൊ അയാളെ ദേഷ്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞാൻ അയാളുടെ എല്ലാം കേൾക്കും. ആ സമയത്തൊക്കെ ജീസസിനെ പറഞ്ഞ് സ്ലോലി എന്റെ ഉള്ളിലും യേശു എന്ന് പറഞ്ഞ ആരിലും ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഫീലിംഗ് ആയി തുടങ്ങി. പക്ഷെ ഐ ന്യൂ ദാറ്റ് ആ എൻകൗണ്ടർ ആ കാറിലായത് അന്ന് പോലെ എന്റെ ലൈഫ് മാറി. ഞാൻ ആ സമയത്തൊക്കെ കള്ളു കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഉള്ള കാശ്, കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ അങ്ങ് ഒരു ചെറിയൊരു ക്വാർട്ടർ മേടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കും, ഒരു 2 പെഗ് മേടിച്ചുകൊണ്ട്. അത് അങ്ങനെയായിരുന്നു എന്റെ ജീവിതം എല്ലാ ദിവസവും. അങ്ങനെ അത് ഒതിയിൽ പോയി ലാസ്റ്റ് സ്റ്റേജ് വരെ ആയതാണ്. ഓൾ ഗ്ലോറി ടു ഗോഡ്, ജീസസ് വർക്ക്ഡ് ഇൻ അവർ ലൈഫ് കറക്റ്റ്ലി. ആ പറഞ്ഞ ആ ദിവസം പോലെ ടച്ച് ആയതും ആ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന എല്ലാം, വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം സത്യമാണ്, എല്ലാം സത്യം. ഞാൻ പിന്നെ ബൈബിൾ കുറെ വായിക്കാൻ തുടങ്ങി, അന്നുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ മുട്ടയെ കുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ വാതിലടച്ച്. ആ സമയത്തൊക്കെ ഫാമിലിയൊക്കെ ചിരിക്കുക, പറഞ്ഞു ഇതേ ഇത്രയും നാള് ഹിന്ദു ആയിരുന്നു, പിന്നെ ബുദ്ധായി, പിന്നെ ഇതായി, എല്ലായിടത്തും ട്രൈ ചെയ്തിട്ട് ഇപ്പം ജീസസിലെടുത്ത് ക്രിസ്ത്യൻ ആവാൻ പോവാൻ, അങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ മിണ്ടാതെ ഇരുന്ന് ഞാൻ റൂമിലോട്ട് പോകും, പ്രാർത്ഥിക്കും. ഇവരൊക്കെ വെളിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, എന്തോ ഈ പ്രാർത്ഥിക്കുന്നത്, എന്തുവാ ചെയ്യുന്നത്, അതൊക്കെ ഞാൻ പിന്നെ അറിഞ്ഞത് ഇവരൊക്കെ എങ്ങനെ ചെയ്യുന്നത്. ബട്ട് ഐ വാസ് സ്റ്റിൽ ഡൂയിങ് ദിസ്. ആ ജോസഫ് ചേട്ടൻ പറഞ്ഞ കേട്ട് എല്ലാം ഒബീഡിയന്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതെന്തോ എനിക്കറിയത്തില്ല, എനിക്ക് ഇത്രയും ഒബീഡിയൻസ് എവിടെ വന്നെന്ന് എനിക്കറിയത്തില്ല. സോ ഡിസിപ്ലിൻ ആയിട്ട് ഞാൻ ഒരു ഡൂസ് ആൻഡ് ഡോൺസ് എഴുതി. ഞാൻ ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ച് ഞാൻ അത് തന്നെ ഫോളോ ചെയ്യും. രാവിലെ എണീച്ച് ആദ്യം ഞാൻ എന്റെ ബ്ലാങ്കറ്റ് ഫോൾഡ് ചെയ്യും, കുളിക്കും, വൈകുന്നേരം കുളിക്കും, പിന്നെ പ്രാർത്ഥിക്കും. ഇതൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി ആരാ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഫാമിലിക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇവന്റെ ഒരു ബിഹേവിയർ കംപ്ലീറ്റ് ചേഞ്ച് ആയി. കള്ളുകൂടി നിർത്തി, സീരിയൽ വെച്ച്, ഇതൊക്കെ ഇത്രയും നാൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവര് നിർത്താൻ എന്നിട്ട് ഇവൻ സഡൻലി ഇങ്ങനെ നിർത്തിയത്. അപ്പൊ അവർക്കും സ്ലോലി വിശ്വാസം തുടങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞ് കേട്ട് അവരും ഇങ്ങനെ ഞാൻ അറിയാതെ ബാത്റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുവിനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറിയത്. പക്ഷെ ഞാൻ ഇങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടും ഇയാൾ എന്റെ കമ്പനി മേടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എന്തോ എന്നെ കളിയാക്കുക, എന്നെ യേശുയുടെ ഇതില് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്ത് കളിയാക്കാണെന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര വിശ്വാസിയായി യേശുയുടെ. എനിക്ക് എന്തോ ആയാലും എന്തെങ്കിലും ആട്ടെ, എനിക്ക് എന്റെ ജീസസ് എന്നെ ശരിക്കും നോക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അറിയാം. ബിക്കോസ് എന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് വരെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് കിട്ടുന്നത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എനിക്ക് ഒരു സമാധാനം, ഒരു സന്തോഷം, അങ്ങനെയൊക്കെ ഒരിക്കലും ഇല്ലാത്ത. അപ്പൊ അതെനിക്കറിയാം എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെന്ന്. അല്ലെങ്കിലും എനിക്ക് എന്തുവാ, അത് യേശുവിനെ വിട്ടാലും വിട്ടില്ലെങ്കിലും എന്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് 0 മാതിരി, ഡെലിവറി ബോയ് മാതിരി. അത് ഇറ്റ്സ് ലൈക്ക് ബേണിംഗ് ഓൾ ദ ബ്രിഡ്ജസ് ബിഹൈൻഡ് മൈ ബാക്ക്.
പുറകിലോട്ട് തിരിഞ്ഞാൽ എവിടെയെങ്കിലും പോകാനുണ്ടോ? മുമ്പിലോട്ട് ഇനി ഞാൻ ഏതെങ്കിലും കാല് കുത്തിയത് അത് ഞാൻ തിരിച്ച് വരുന്നില്ലെന്ന് വിചാരിച്ചാൽ ഞാൻ എന്തെങ്കിലും ഞാൻ യേശുവിനെ ഞാൻ വിടത്തില്ലെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ആ സമയത്തൊക്കെ ജോസഫ് ചേട്ടൻ പറഞ്ഞ് ഞാൻ വീട്ടിലെ ഒബ്ജക്റ്റ് എല്ലാം കത്തിച്ച് കളഞ്ഞ് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഞാൻ വീട് ശുദ്ധിയാക്കി എന്നൊക്കെ ഉള്ള ഇതിലായി. പിന്നെ കുറച്ച് കാശ് ഉള്ളതുകൊണ്ട് അത് ഞാൻ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ നാട്ടിൽ പോയി അമ്മയുടെ വീട്ടിൽ പോയി എല്ലാം കത്തിച്ച് കളഞ്ഞു. എല്ലാം ഒബ്ജക്റ്റ് എല്ലാം ഫോട്ടോയും അതും ഇതും എല്ലാം അത്രയ്ക്ക് പ്രാന്തായിരുന്നു എനിക്ക് യേശുവിനോട് ഉള്ള സ്നേഹം ആ സമയത്ത് വരെ. പിന്നെ ലോർഡ് മച്ച് ഹാവ് സ്പോക്കൺ ടു ഹിം ആൻഡ് ഹി ബ്രോട്ട് ദ കമ്പനി. അങ്ങനെ എന്റെ വലിയൊരു ഭാരം തീർന്നു. എന്റെ മക്കളുടെ പഠിത്തത്തിന്റെ ഫീ കൊടുക്കാൻ എന്നാലും എന്റെ ഞാൻ സീറോയിൽ തന്നെ എല്ലാം കൊടുത്ത് എല്ലാവരും കടം തീർക്കാനേ ഉള്ളായിരുന്നു കാശ്. ബട്ട് സംഹൗ ലോർഡ് ഇസ് വർക്കിംഗ് ത്രൂ മീ. വെറുതെ ഒരു സീറോ ആയിട്ടിരിക്കുവാണെങ്കിൽ ഒരു ഓർഡർ കിട്ടും, ഒരു 500 രൂപ, ഒരു 1000 രൂപ, ഇങ്ങനെ കിട്ടി ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നടത്തും. ബട്ട് ദാറ്റ് ടൈം one day I remember 2021 ഞാൻ മുട്ടയും കുത്തി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ എനിക്ക് എന്തെങ്കിലും ചെയ്യണേ. എന്നിട്ട് എന്റെ വൈഫ് ആ സമയത്ത് വരെ പറഞ്ഞു എങ്ങനെയെങ്കിലും ജോലി തപ്പ്, ഇതൊന്നും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് എപ്പോ നോക്കിയാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് എന്തെങ്കിലും കിട്ടണ്ടേ, എന്റെ കൈ അല്ലെങ്കിൽ നൊന്നിട്ട് വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് ഭയങ്കര സങ്കടത്തിൽ കരയായിരുന്നു. ദൈവമേ എന്തോത്തിനാ എന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്തോത്തിനാ എന്നെ സൂസൈഡ് ചെയ്യാൻ ഇന്ന് വരെ പ്ലാൻ ചെയ്ത ഒരു ആളിനെ പിന്നെ നിങ്ങൾ ഹോപ്പ് തന്നിട്ട് എന്തോത്തിനാ വെച്ചിരിക്കുന്നത് പറഞ്ഞ്, ഫോർ യുവർ നെയിം സേക്ക് ഡു ഇറ്റ് ലോർഡ്, എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി തന്നെ ഇവരെ കാണിക്കാൻ വേണ്ടിട്ട് എന്റെ ദൈവം ആരാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോ എന്റെ കൊച്ചുമോൾ പറഞ്ഞു, അച്ഛന് ജോലി കിട്ടിയാൽ ഞാൻ യേശുവിന്റെ ഭക്തനാവും, ജീവിതം കാലം മുഴുവൻ ഐ വിൽ വർഷിപ്പ്. ഞാൻ പറഞ്ഞു ആമേൻ, നീ പറഞ്ഞത് ഇങ്ങനെ ഉറപ്പായിട്ട് ദൈവം ഇനി എന്റെ കേൾക്കുമെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ ഡബിൾ ട്രിപ്പിൾ വിശ്വാസമായി. അങ്ങനെ ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓൾ ഗ്ലോറി ടു ഗോഡ്. ദൈവം ഒരു പ്രാവശ്യം വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അത് ഒരിക്കലും നമുക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാ ഇതൊക്കെ സംഭവിക്കുന്നത്. മിറാക്കിൾ ആയിരുന്നു, എല്ലാ ദിവസവും മിറാക്കിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആക്സിഡന്റ് ആയിട്ട് എന്റെ റിബ് ഇവിടെ ഓടിഞ്ഞു, കാശില്ല ഫ്രാക്ചർ ചെയ്യാൻ. അപ്പൊ ഞാൻ കയ്യും വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങും. അങ്ങനെ ഉറങ്ങാൻ ഒക്കത്തില്ല. ഓൾ നൈറ്റ് ഞാൻ ഇങ്ങനെ വേദനയിലായിരുന്നു. ഫുൾ ഡേ വേദന വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഓട്ടോമാറ്റിക്കലി അത് എനിക്കറിയത്തില്ല എനിക്ക് എപ്പോഴാണ് ശരിയായത്. സഡൻലി ഒരു ദിവസം വേദനയും പോയി, എന്നിട്ട് ഹീലുമായി ദൈവത്തിന്റെ കൃപയിലും. ആൻഡ് ദെൻ ഐ ഹേർഡ് ദ വോയിസ് ദാറ്റ് 3 മാസം, ദാറ്റ് മീൻസ് ബൈ നവംബർ യു വിൽ ഗെറ്റ് എ ജോബ്. നവംബർ, ഡിസംബർ, ജനുവരിയിൽ ഈ 3 മാസത്തിൽ നിങ്ങൾക്ക് നിന്റെ ജോലിയാവും. ഞാൻ മരിച്ചു. അതെങ്ങനെയാ? എനിക്ക് 7 വർഷം ആവാറായി. എന്നിട്ട് ഈ സമയത്തിൽ എന്റെ നോളജും ഇല്ല. എന്റെ പ്രായം ഒരു 48 ആയിരുന്നു ആ സമയത്ത്, 48 years old. എന്നിട്ട് എന്റെ നോളജും പോയി, IT-യുടെ സോഫ്റ്റ്വെയറും എല്ലാം മറന്നു. ഞാൻ ഇനി എവിടെ ജോലി കിട്ടാൻ ഞാൻ വിചാരിച്ചു എന്തൊരു ജോലി ആണെങ്കിൽ അഡ്മിൻ ആയാലും സെക്രട്ടറി ആയാലും ഞാൻ ജോലി ചെയ്യാം, എനിക്ക് വീടിന്റെ കഞ്ഞി കൂട്ടാതിരുന്നാൽ മതി. ഈ ജോലി ഡെലിവറി ബോയ് ആയിട്ട് കൂടുതൽ എനിക്ക് കറങ്ങാക്കത്തില്ല. കാലും മുറിഞ്ഞ് കൈയും മുറിഞ്ഞ് ഫ്രാക്ചർ ഒക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഒരുമാതിരി അങ്ങ് കംപ്ലീറ്റ്ലി ഒരു ബെഗർ മാതിരി ഒരു ലുക്ക് ആയിരുന്നു ആ സമയത്ത്. Praise the Lord. Psalm 40 പറഞ്ഞ മാതിരി he removes you out of the mire and places you on the strong rock and gives you a song to sing. എല്ലാം പറഞ്ഞത് കറക്റ്റ് ആയിട്ട് തന്നെ. നമ്മുടെ ജീവിതത്തിൽ പ്രൊട്ടക്ഷൻ പറഞ്ഞ Psalm 91 എപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈഹാർട്ടാക്കി ഞാനായിരുന്നു. ഇതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ എന്തോന്ന്, എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മാജിക്കലി എന്റെ ലൈഫ് എന്റെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ദൈവമേ ഇത് സത്യമാണെങ്കിൽ പിന്നെ എന്തോ തന്നെ ഇതൊക്കെ ഞാൻ കാണാത്തത് എന്റെ ലൈഫിൽ. ഫോർ യുവർ നെയിം സേക്ക് ഡു ഇറ്റ് ലോർഡ്. എങ്ങനെ അപ്പൊ കൂടുതൽ ഞാൻ പ്രാർത്ഥനയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആ സെപ്റ്റംബറിൽ എന്റെ മനസ്സിൽ പറഞ്ഞത് ദാറ്റ് യു വിൽ ഗെറ്റ് എ ജോബ് ബൈ നവംബർ. കറക്റ്റ് നവംബർ ആയപ്പോ എനിക്ക് കോൾ വന്നു ജോബ്. അതും ഞാൻ ലിങ്ക്ഡിനിലെ ഓപ്പൺ ഫോർ ജോബ് എന്ന് പറഞ്ഞാൽ അത് ഓൺ ചെയ്തപ്പം അവിടെ ഒരു കോൾ വന്നു, ആർ യു ലുക്കിംഗ് ഫോർ ജോബ് ഇൻ സിംഗപ്പൂർ. ഞാൻ പറഞ്ഞു ദൈവമേ സിംഗപ്പൂറിൽ ഞാനാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ എന്തെങ്കിലും കിട്ടിയാൽ ഒരു ജോലി അഡ്മിൻ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഇന്ത്യയിൽ. ഇതാണെങ്കിൽ പിന്നെയും തിരിച്ച് സിംഗപ്പൂരിലോ സെയിം പ്ലേസിൽ എന്റെ കംപ്ലീറ്റ് ലൈഫ് ഇംപ്രൂവ് ആയ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ തിരിച്ചെല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാം വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നത്. അത് പിന്നെയും അവിടത്തെ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി. യെസ് ഓഫ് കോഴ്സ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു. അത് ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും പാസ്സാവും. ഞാൻ പാസ്സായപ്പം പിന്നെ എനിക്ക് കുറെ ഹോപ്പ് വന്നു. ഞാൻ പിന്നെ കൂടുതൽ പ്രാർത്ഥനയിൽ കൂടുതൽ കരയാൻ തുടങ്ങി, കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഹോപ്പിലും എന്റെ ഭാര്യയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ആ സമയത്ത് എന്റെ എൽഡർ മോൾ അവളും വിശ്വാസത്തിൽ വന്നു ഭയങ്കരമായിട്ട്. അവളെയും ദൈവം തൊട്ടു.
അങ്ങനെ എന്റെ മോൾ ഫുൾ വിശ്വാസത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ഫസ്റ്റ് ഇന്റർവ്യൂ കണ്ടു, സെക്കൻഡ് ഇന്റർവ്യൂ പാസ്സായി. അപ്പൊ കൂടുതൽ എല്ലാവർക്കും വിശ്വാസമായി. ആ സമയത്തൊക്കെ എന്റെ അച്ഛനും അമ്മേനെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു ബോംബെയിലിനായിട്ട്. പുള്ളിയുടെ കാലിലൊരു വലിയ വൂണ്ടായിരുന്നു, ഡയബറ്റീസിന്റെ ഗാംഗ്രീൻ വൂണ്ട്. പുള്ളി എത്തിസ്റ്റ് ആണ്, പുള്ളി എന്തെങ്കിലും വിശ്വാസത്തിലേ ഇല്ല. പക്ഷെ പുള്ളിനെയും സ്ലോലി മെൽറ്റ് ആക്കി ദൈവം. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനയൊക്കെ കണ്ടിട്ട് പുള്ളി മെൽറ്റായി. എന്നിട്ട് പുള്ളി എന്റെ കൂടെ ചർച്ചിലൊക്കെ വരാൻ തുടങ്ങി എല്ലാ ദിവസം. സ്ലോലി യേശു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ. ഞാൻ വിചാരിച്ചു ഇനി ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മൂന്നാമത്തെ ഇന്റർവ്യൂ പാസ്സായില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് യേശു വേണം, എനിക്ക് ഇപ്പൊ തന്നെ ബാപ്റ്റിസം ചെയ്യണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും ബാപ്റ്റിസം ചെയ്യണം എന്ന് പറഞ്ഞ് എന്റെയും ഭാര്യയുടെയും ബാപ്റ്റിസം ഡിസംബർ 26 2021. അങ്ങനെ സമാധാനത്തിൽ ചർച്ചിലൊക്കെ പോയി ഇരിക്കുമ്പം ഒരു ഭയങ്കര കൊതിയായിട്ട് സൺഡേ വരാൻ വേണ്ടി, സബത്ത് ഡേ വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചർച്ചിലോട്ട് പോയി പാസ്റ്ററിന്റെ പ്രീച്ചിങ് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തേർഡ് ഇന്റർവ്യൂ ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുക. ആ ഒരു മിറാക്കിൾ എന്റെ ലൈഫിലെ കംപ്ലീറ്റ് പ്രോമിസസിനെ തിരിച്ചു തന്നു, എന്റെ കംപ്ലീറ്റ് ഗ്ലോറി തിരിച്ചു തന്നു. ദൈവം എന്നോട് പ്രാർത്ഥന പറഞ്ഞ യു വിൽ ഗെറ്റ് ഓൾ യുവർ ഗ്ലോറി ബാക്ക് ആൻഡ് ഓൾ യുവർ ഡെറ്റ്സ് വിൽ ബി ക്ലിയർഡ്, യു ജസ്റ്റ് ഹാവ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ മീ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ ഫെയ്ത്ത് ഇരുന്നത് ഒരു ആഴ്ച മുമ്പേ ഞാൻ ഡെലിവറി ഞാൻ ഡെലിവറി ചെയ്ത ഓർമ്മയുണ്ട്. അടുത്ത ആഴ്ച ഞാൻ സിംഗപ്പൂരിൽ ഞാൻ വലിയൊരു 5-star ഹോട്ടലിൽ സ്യൂട്ടിൽ ഞാൻ ഫുനാൻ ഹോട്ടലിൽ താമസിക്കുന്നതും എനിക്കറിയാം. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ ആ കമ്പനി പോകുമ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിനോട് ഒത്തിരി സ്തോത്രം പറഞ്ഞാണ് വാതിലെ ടാപ്പ് ചെയ്യുന്നത്. ആ സ്തോത്രം പറഞ്ഞ് ടാപ്പ് ചെയ്യുന്നതും എന്റെ വാതില് ഓട്ടോമാറ്റിക്കലി തുറക്കുന്നത്. അവിടുത്തെ ജൂലിയസ് ബെയറിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ അവിടെ ഞാൻ ഓട്ടോമാറ്റിക്കലി തുറക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു പ്രകാശം കാണാം എന്റെ മുമ്പിൽ. ആ സമയത്തൊക്കെ ഡാർക്ക് ആയിരുന്നു റൂം. എന്നിട്ട് ഞാനാണ് ഏറ്റവും ആദ്യം എത്തുന്നത്. ബിക്കോസ് എനിക്ക് അത്രയും കൊതിയ എനിക്ക് ഈ ജോബ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയ ഒരു ജോബ്. അത് കറക്റ്റ് 7 years ആയപ്പോഴാണ് ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ നെബൂഖദ്നേസറിന് 7 years കഴിഞ്ഞിട്ട് തിരിച്ചു തന്ന മാതിരി എനിക്കും കറക്റ്റായിട്ട് തിരിച്ചു തന്നത്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം, അസാധ്യമായിട്ട് ഇരിക്കുന്ന കാര്യമാണ് സംഭവിച്ചത്. എന്റെ 48 years 45 തന്നെ സിംഗപ്പൂരിൽ ആർക്കും തിരിച്ച് എൻട്രി ഇല്ല. ഞാൻ 48 years ആയിട്ടും എനിക്ക് തിരിച്ച് സിംഗപ്പൂരിൽ തന്നെ കിട്ടി ജോബ്. അതും എന്റെ 7 yearsലെ ഗ്യാപ്പും എല്ലാം എവിടെ ആർക്കും അറിയത്തില്ല 7 years ഗ്യാപ്പ് എവിടെ പോയെന്ന്. ഈവൻ ഗവൺമെന്റ് പോളിസി വരെ ദൈവം മാറ്റി. എന്റെ ഇത്രയും വലിയ ഗ്യാപ്പും എന്റെ IT നോളജും എല്ലാം പോയതും പിന്നെ എന്റെ ഈ 45 years എല്ലാം ക്രോസ് ആയതും ഇതെല്ലാം ഒന്നും അനുകൂലമായിരുന്നു എന്റെ സിംഗപ്പൂർ തിരിച്ചു വരാൻ. It's next to impossible. God can change your policy, government policy. God can എല്ലാം ദൈവം ശരിയാക്കി, എല്ലാം ഓർക്കസ്ട്രേറ്റഡ് ആയിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. എന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടിയപ്പോൾ ഞാനങ്ങ് പ്രാന്ത് പിടിച്ച മാതിരിയായി സന്തോഷത്തില്. എക്സാക്ട്ലി സെയിം സാലറി എങ്ങനെയാണ് എനിക്ക് തിരിച്ചത്. 7 വർഷം മുമ്പേ എന്റെ സാലറി എന്തായിരുന്നു, ആ സെയിം സാലറി എനിക്ക് ഈ പുതിയ ജോലിയിൽ കിട്ടി. Then I remembered നെബൂഖദ്നേസറിന്റെ സ്റ്റോറി. എന്നിട്ട് നെബൂഖദ്നേസർ പറഞ്ഞു the stump will be left there. എന്നിട്ട് ഡ്യൂ കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് എക്സാക്ട്ലി നീ എന്നാണ് എന്നെ വിളിക്കുന്നത് അന്ന് നിന്നെ എല്ലാ ഗ്ലോറി തിരിച്ചു തരും. എക്സാക്ട്ലി അതുപോലെ തന്നെ എല്ലാ ഗ്ലോറി തിരിച്ചു തന്ന ദൈവം എന്നെ സിംഗപ്പൂരിൽ കൊണ്ടുവന്നു. ആ സെയിം സാലറി. ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ ദാറ്റ് ആ സെയിം സാലറി ഈവൻ $1 പോലും കുറവല്ല, കൂടുതലുമല്ല, ആ സെയിം സാലറി കിട്ടി. എന്റെ പോളിസിയും ചേഞ്ച് ചെയ്തു. ആ സെയിം ജോലിയും കിട്ടി. അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, സർവീസ് ഡെലിവറി മാനേജറായിട്ട് എനിക്ക് തിരിച്ച് കോഗ്നിസൻ ത്രൂ എനിക്ക് ജൂലിയസ് ബെയറിൽ എനിക്ക് ജോലി കിട്ടി. കോൺട്രാക്ട് ആയാലും വേണ്ടില്ല, എനിക്ക് ആ ലൈഫ് എന്റെ കംപ്ലീറ്റ്ലി ഒരു ആഴ്ചയിൽ മുമ്പേ ഞാൻ ഡെലിവറി ബോയ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു സർവീസ് ഡെലിവറി മാനേജറായിട്ട് 55 ആൾക്കാരെ ഞാൻ മാനേജ് ചെയ്യുക. How can it be possible, God? എന്ന് ഞാൻ ഇരുന്ന് കരയാറുണ്ട്. So I know that angels were there with me. I know my Lord was with me every day to take me inside. അത്രയ്ക്ക് കരഞ്ഞ് ഞാൻ കോൺട്രാക്ട് ഹാർട്ടിൽ ഞാൻ ഈവൻ ഡോറിന്റെ കാർഡുകൊണ്ട് ഡോർ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്റെ കണ്ണുനീര് വരുമായിരുന്നു. അത്രയ്ക്ക് ഞാൻ സന്തോഷത്തിലായിരുന്നു. തിരിച്ചെന്റെ ജീവൻ കിട്ടിയ മാതിരി എന്റെ ഭാര്യനെയും കുട്ടികളെയും എല്ലാം ഇനി നോക്കാം. I was just prayed God, എന്നെ ഇങ്ങനത്തെ ഒരു ജീവിതം തന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. All the tribulation what I went through, but I know that it was to make my character, purify my character. എന്റെ കംപ്ലീറ്റ് ദേഷ്യവും പ്രൈഡും എല്ലാം നശിപ്പിച്ച് കംപ്ലീറ്റ് ഒരു മീക്ക്, ഒരു ഹംബിൾ ആളാക്കി മാറ്റിയതും അത് ദൈവത്തിന് ഞാൻ ഇന്ന് വരെ ഞാൻ എല്ലാ ദിവസവും ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയുന്നത് ആ ഒരൊറ്റ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് എന്റെ കൂട്ട ആളിനെ ഒരിക്കലും എന്റെ പ്രൈഡ് ഒരിക്കലും എന്റെ ഉള്ളിൽ പോകത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചത്. ബട്ട് God can change you. God can change anybody. Whoever comes to God, whoever
rise in front of him that I am a sinner. ഞാൻ പാപിയാണ്, എന്നെ കംപ്ലീറ്റ്ലി ക്ഷമിച്ച് എന്റെ എല്ലാം അധർമ്മങ്ങളെയും മായ്ച്ചു കളഞ്ഞാണ് ദൈവമേ, എന്നെ കംപ്ലീറ്റ്ലി ഒരു റിന്യൂഡ് സ്പിരിറ്റ് ആക്കി മാറ്റണേ. ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ബിക്കോസ് ലോർഡ് ഈസ് ദ ലിവിംഗ് ലോർഡ്. ലോർഡ് ഹാസ് റിസറക്റ്റഡ് ഫോർ us. ലോർഡ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് us, കംപ്ലീറ്റ്ലി റിഡീംഡ് us. എന്നിട്ട് നമ്മളെ പേരുകൊണ്ട് പിടിച്ചിരിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുക, നീ വെള്ളത്തിലോട് പോയാലും വെള്ളം നിന്നെ മുക്കത്തില്ല, നിങ്ങളുടെ തീയിലോ പോയാൽ തീ നിന്നെ ദഹിക്കത്തില്ല. അപ്പൊ ആ ഒരു പ്രോമിസിൽ നമ്മൾ പറയുമ്പോൾ ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ശരിക്കും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തായിരുന്നു. പ്രേ ചെയ്ത് ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു പ്രേ ചെയ്യുന്നത്. ലോർഡ്, ദിസ് ഇസ് 100% ട്രൂ. ദ കീ ഓഫ് ദ ഡേവിഡ് ഈസ് വിത്ത് യു. ആ വാതിൽ തുറന്ന ദൈവമാണെങ്കിൽ ദൈവം ഒരിക്കലും തിരിച്ചടക്കത്തില്ല. എന്റെ എല്ലാ ഗ്ലോറിയും തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രോമിസ് അന്ന് തന്നതാണ്. എന്റെ ബാപ്റ്റിസത്തിന് മുമ്പേ എനിക്ക് പറഞ്ഞ ദൈവം, all your glory will be returned, all the debts will be cleared, everything will be returned as it is like before. അതിന്റെ സാലറി വരെ കറക്റ്റ് ആയിട്ട് തരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. The same salary which I left 7 years back, and I removed all my debts. വീടിന്റെ കംപ്ലീറ്റ് ഞാൻ തന്നെ കൊടുത്ത് തീർത്തു എന്റെ സാലറി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വെക്കേഷൻ എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അന്ന് ഞാൻ അമ്മയുടെ ബാപ്റ്റിസം, ഷീ വാണ്ടഡ് ടു കീപ് ഇറ്റ് 26 ഓൺലി ബിക്കോസ് മൈ ഡേറ്റ് വാസ് 26. അങ്ങനെ നമ്മൾ എന്റെയും എന്റെ ഫാമിലിയുടെ എല്ലാം 26 ബാപ്റ്റൈസ് ആയത്. ഐ ആൻഡ് മൈ വൈഫ് ഓൺ ഡിസംബർ, എന്റെ മോൾ രണ്ടുപേരും ഫെബ്രുവരി 26, എന്റെ അമ്മയും 26 ആണ് ചൂസ് ചെയ്തിട്ട്. നവംബറിൽ 26 പുള്ളിയും അമ്മയും ബാപ്റ്റിസമായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക ലോർഡിന് വേണ്ടിയിട്ട്. ഒബീഡിയന്റ് ആയിട്ട് നമ്മൾ നീങ്ങിയാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ദോഷം വരത്തില്ല. ഏബ്രഹാം അത് കേട്ട് ജീവിച്ച ഒരാളായിരുന്നു. ഏബ്രഹാമിന്റെ മക്കളാണ് നമ്മൾ. And I consider myself as Abraham because I am the first person in my entire family ഹിന്ദു ആയിട്ട് കൺവേർട്ട് ആയത്, കംപ്ലീറ്റ്ലി യേശുവിനെ സ്വീകരിച്ചതും. എന്നിട്ട് എന്റെ മക്കളും കംപ്ലീറ്റ്ലി ഇതിനകത്ത് വിശ്വാസമായ. എല്ലാ ദിവസവും നമ്മളൊരു ഫാമിലി പ്രെയറും ഉണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ ഒരു മിനി പാസ്റ്റർ മാതിരി അവരെ സർമണും കൊടുക്കും എല്ലാം. സോ we spend more time with Lord also now that I am so thankful to him. നമ്മുടെ സെക്കൻഡ് കമ്മിങ് വരെ നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുക. എല്ലാ വചനവും നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ സത്യമായി വരുന്നത് കാണാം. I am a testimony of Lord. I am just going through the flow of Holy Spirit. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് നിർത്തും ഇവിടെ. എന്റെ ഇത്രയും നേരം എന്റെ വാക്കുകളൊക്കെ കേട്ടത് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറിയെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന എല്ലാ ഭാരങ്ങളും ദൈവം മാറ്റി എടുക്കും. ഹി ഈസ് എ ഗുഡ് ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് യാചിച്ച് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞാൽ മതി, ദൈവം എല്ലാം കേൾക്കും. ദൈവം നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന, അതാണ് നിങ്ങളെല്ലാം ഇത് കേട്ട് ഇവിടം വരെ എത്തിയെങ്കിൽ ദൈവം ഉറപ്പായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് എനിക്ക് വിശ്വാസമുണ്ട്. എന്നിട്ട് യേശുയുടെ നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. Thank you, Jesus. In the mighty and the holy name of Jesus I pray. Amen. Amen.